എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വചനം ശ്രവിക്കുവാനായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അണഞ്ഞതിനെ ഓർത്ത് അവിടത്തേക്ക് തന്നെ നന്ദി പറയാം. നമ്മുടെ ചിന്തകളെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുവാൻ ഈശോ ഈ നല്ല നിമിഷങ്ങൾ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾ അനുസരണമുള്ള ദാസരെപ്പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിയുടെ അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. വല്ലതും തിരിഞ്ഞോ? നമുക്ക് തിരിയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത്. കാരണം അങ്ങനെയൊന്നും തിരിച്ചെടുക്കാൻ ഈ ദുഷ്ടൻ നമ്മളെ അനുവദിക്കുകയില്ല. തിരിച്ചെടുത്താൽ നമുക്ക് മാനസാന്തരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറച്ച് ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കണ്ടത്, നിങ്ങൾ എന്തിനെങ്കിലും കീഴ്പ്പെടുന്നുവോ അതിൻ്റെ അടിമയായിരിക്കുമെന്നാണ്. എന്തിനാണോ കീഴ്പ്പെടുക അതിൻ്റെ അടിമയായിരിക്കും. ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ എന്നാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഈ അടിമത്വം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടുകാലത്തെ കാര്യമൊക്കെയാണ് ഓർക്കുക. അബ്രാഹം ലിങ്കൻ്റെയൊക്കെ കാലഘട്ടം, അടിമത്വ വ്യവസ്ഥിതിയൊക്കെ നോർത്തിലൊക്കെ കുറച്ചൊക്കെ നമുക്കറിയാം, ഇങ്ങനെ യജമാന്മാരുടെ വില്ലേജ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ അടിമ എന്ന് പറഞ്ഞാൽ, ഈ അടിമത്വം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട്, ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എന്താണ് ഈ അടിമത്വം? പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, നമുക്ക് 3 തലങ്ങളാണുള്ളത്. ശരീരവും മനസ്സും ആത്മാവും, 3 തലങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, ശരീരത്തിൻ്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറഞ്ഞാലേ നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഒരു തിരുവചനം കൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 23:6 കേൾക്കണേ. 23:6 അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഒരു പ്രാർത്ഥന പോലെയാ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഈ വചനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് നന്നായിട്ട് അല്പം കൂടി ഒന്നുകൂടി അടുത്തൊന്ന് നമ്മളെ ഒന്ന് കാണാം. ഒന്നുകൂടി ക്ലോസ് ആയിട്ട് ഒന്നുകൂടി അടുത്ത് നമ്മളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ഈ 3 തലങ്ങളും പലപ്പോഴും എന്തിൻ്റെയെങ്കിലും ഒക്കെ ഒരു അടിമയായിരിക്കും. ശരീരത്തിൻ്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണപ്രിയം, ഭക്ഷണത്തോടുള്ള താല്പര്യം, സുഖജീവിതം, ജഡികാസക്തിയോടുള്ള താല്പര്യം, അങ്ങനെ ശരീരത്തിൻ്റെ അതിൻ്റേതായ ചില എന്താണ് ഇങ്ങനെ അഭിവാഞ്ചകൾ, ചില ആഗ്രഹങ്ങളുണ്ട്. ഇത് നമ്മളെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? വിശ്രമിക്കാതെ ജീവിക്കാൻ പറ്റുമോ? മറ്റു വികാര തലങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇതിന് ഞാൻ അടിമയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ പ്രത്യേകമായി കർത്താവ് ഭക്ഷണപ്രിയം, എന്ത് കഴിച്ചാൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ പറയുകയാണ്, സിസ്റ്ററെ, രാവിലെയും വൈകുന്നേരവും രാവിലെ ഈ കുടിയോടുകൂടി നല്ല മിടുക്കനായൊരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിൻ്റെ മുഖത്ത് നോക്കിയാൽ എന്തൊരു ഐശ്വര്യമാ. ഈ കുടിയെല്ലാം കുടിച്ചിട്ടും അവൻ ഐശ്വര്യം ഇപ്പോഴും ദൈവം കളഞ്ഞിട്ടില്ല. കുടിയാണ്. ഭയങ്കര അടിമത്വമാണ്. ആ സുഖം, ആ ശരീരത്തിൻ്റെ ആ സുഖത്തിന് അഭിവാഞ്ച. എന്താണ് എൻ്റെ ശാരീരികമായ അടിമത്വം എന്ന് എല്ലാവരും ഒന്ന് ഈ നിമിഷങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ. അലസതയ്ക്ക് ഞാൻ അടിമയാണോ? ഭോഗാസക്തികൾക്ക് ഞാൻ അടിമയാണോ? എൻ്റെ കണ്ണുകളെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തിൻ്റെ സുഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. നമ്മൾ അറിയാതെ വീണു പോകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം, എന്തോ ഒരു സമ്പത്തും സമയവും
എന്തെല്ലാം പണവും ഒക്കെയാണ് നമ്മൾ ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളയുന്നത്. ബ്യൂട്ടി പാർലറിൽ നല്ല മേക്കപ്പൊക്കെ നടത്തി എന്തൊരു ഇതാണ്. അപ്പോൾ ഈ ശാരീരികമായ എന്തിനെങ്കിലും ഒരു അടിമയാണോ ഞാൻ എന്ന് നമ്മൾ നോക്കണം. സുഖേച്ഛകൾ, സുഖത്തിന് വേണ്ടിയുള്ള നമ്മൾ ചിന്തിക്കുക, നീ അതിൻ്റെ അടിമയാണെന്നാണ്. നമ്മളെ സ്വതന്ത്രരായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചത്. ദൈവമക്കളുടെ വലിയ സ്വാതന്ത്ര്യം, ആ ഉള്ളിൻ്റെ ഉള്ളറകളിലെ ഒരു ആനന്ദം എനിക്ക് അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു ആനന്ദം. എൻ്റെ മനസ്സിൽ എന്ത് കിടക്കുന്നുവോ അതിനെക്കുറിച്ചായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം, എൻ്റെ മുഖം, എൻ്റെ ഷേപ്പ്, എൻ്റെ രീതികൾ, എൻ്റെ കളറ്, ഇതൊക്കെയാണ് എന്നെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് എന്തു ബലക്കുറവാ, എന്തൊരു ശക്തിക്കുറവാ. നമ്മൾ താഴോട്ട് പോകുകയില്ല. എൻ്റെ ചിന്ത മുഴുവൻ ഇതിനെക്കുറിച്ചാണ്. എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ, എൻ്റെ രൂപം, എൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും, എനിക്ക് എന്നാ മാറ്റാൻ പറ്റൂ? ഇതങ്ങ് സ്വീകരിച്ചാൽ നമ്മൾ എത്ര സ്വതന്ത്രരായി. ശരീരത്തിൻ്റെ മേഖലയിലുള്ള കൊതികൾ, ജഡികാസക്തി, നമ്മളിന്ന് ചിന്തിച്ച് നോക്കണേ. ഇന്നത്തെ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും ഈ ധ്യാന ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് തലമറിക്കുന്ന സംഭവങ്ങളാണ് എല്ലായിടത്തു നിന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് ആനന്ദം തരുന്ന സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഈ കാരണം ഞാൻ തിരിച്ചെടുക്കണം. ജെറമ്യാ 2:13 തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജീവജലത്തിൻ്റെ 2 തിന്മകളാണ് അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. ദൈവപിതാവിനെ, സൃഷ്ടാവിനെ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജഡത്തെ നീ എവിടെ കൊണ്ടുപോയിട്ടാലും നിനക്ക് ആശ്വാസം കിട്ടുകയില്ല. ഒരു കിണർ കുഴിച്ചാൽ പോലെ പല കിണറുകളാണ്. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. 2 തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ജീവജലത്തിൻ്റെ ഉറവയെ, ദൈവപിതാവിനെ മറന്നാൽ നമുക്കൊരു സുഖവും ഒരാനന്ദവും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. എന്നും പരാതിയും, എന്നും ഒന്നിനു പിറകെ ഒന്നായി മാറി മാറി നടക്കുന്ന അനുഭവങ്ങൾ, അതിൻ്റേതായ പരിണിതഫലമായ എല്ലാ തരത്തിലുമുള്ള സംസാര രീതിയിലും പെരുമാറ്റത്തിലും ചിന്താമണ്ഡലത്തിലും കലങ്ങിമറിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഞാൻ മാറുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ സുഖം, എൻ്റെ ശരീരത്തെക്കുറിച്ച് അമിതമായ ചിന്ത എന്നെ അടിമത്വത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ശരീരത്തിൻ്റെ മേഖലയിലുള്ള അടിമത്വം. എൻ്റെ ദൈവം മാതാപിതാക്കൾ കാണുന്നതിന് മുൻപേ രൂപകൽപ്പന ചെയ്ത് എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞയച്ച എൻ്റെ ഈ വ്യക്തിത്വത്തെ, എൻ്റെ രൂപത്തെ, ഇതിൻ്റെ ആ സാഹചര്യങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നോക്കുക. രണ്ടാമതായി മനസ്സിൻ്റെ മേഖലയിലുള്ള അടിമത്വമാണ്. മനസ്സിൻ്റെ മേഖലയിൽ പല രീതിയിൽ കുറ്റബോധവും നിരാശയും ഏകാന്തതയും ഇച്ഛാഭംഗവും എല്ലാം കയറ്റിക്കൂടി മനസ്സ് ഒരു ഫോറസ്റ്റ്, ഒരു കാട് പോലെയായി തീർന്നിരിക്കുകയാണ്. ചുറ്റിപ്പടഞ്ഞു കിടക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഉടമ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ എന്നെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അടിമയായി ഞാൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞകാല അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, മനസ്സിൻ്റെ അടിമത്വം ഒന്ന് ഓർത്ത് നോക്കുക. എന്തുമാത്രം നമ്മുടെ കഴിവുകളും സാധ്യതകളും അവസരങ്ങളും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. നിൻ്റെ മനസ്സിൽ എന്താണ് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നിൻ്റെ മനസ്സ് എവിടെയാണ് നീ വെച്ചിരിക്കുന്നത്? വസ്തുവകകളിലോ, കാറിലോ, ജീപ്പിലോ, വാഹനങ്ങളിലോ, വീടോ, വസ്തുവകകളോ, പണമോ, ഡ്രസ്സോ? ഇതെൻ്റെ മനസ്സിൽ ആരെ ഞാൻ കയറ്റി വെച്ചിരിക്കുന്നു? അതൊക്കെ പോട്ടെ, നമുക്ക് സഹിക്കാം. വല്ലോ വ്യക്തികളെയും കയറ്റി വെച്ചിട്ടുണ്ടോ? വ്യക്തികളെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കാണ് കേട്ടോ. വ്യക്തികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല അത്. നീ ഏതു വ്യക്തിയെ അവിടെ കയറ്റി വച്ചിരിക്കുന്നതോ ആ വ്യക്തിയുടെ മുഴുവൻ സ്വഭാവവും നിന്നിൽ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ എന്താ ഈശോ ചെയ്യുന്നത്? ഈശോ 2:51 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു.
ഈശോ ആർക്കാണ് വിധേയനായത്? ആ പരിശുദ്ധരായ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചതുകൊണ്ട്, ആ വ്യക്തികളുടെ കൂട്ടത്തിൽ 30 വർഷവും ജീവിച്ചതുകൊണ്ട് ഈശോയുടെ മനസ്സിൽ വേറെ ആരുമില്ലായിരുന്നു. പിതാവിൻ്റെ ഹിതം മാത്രം, പിതൃഹിതം മാത്രം നിറവേറ്റി അമ്മ ജീവിതകാലം മുഴുവൻ പിതാവിന് സമർപ്പിച്ച അമ്മയുടെ ആ സമർപ്പണം ഈശോ പിടിച്ചെടുത്തു. ഈശോയും പഠിച്ചു അങ്ങനെ തന്നെ സമർപ്പിക്കുവാനായിട്ട്. നമ്മൾ സ്വതന്ത്രരായാലേ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്രരായി ജീവിക്കുന്നവർക്ക് അനുസരിക്കുവാൻ, വിധേയപ്പെടുവാൻ ബുദ്ധിമുട്ടില്ല. മനസ്സിൽ ഒരുപാട് ചിന്തകളും ആലോചനകളും പദ്ധതികളും ഇഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം കുത്തിക്കയറ്റി മനസ്സിനെ ഇങ്ങനെ ഞെക്കി ചെറുക്കി വെച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യമോ അനുസരണമോ വിധേയത്വമോ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അബ്രാഹത്തിന് എങ്ങനെയാണ് ഈ സമർപ്പിക്കാൻ സാധിച്ചത്? മനസ്സ് സ്വസ്ഥമായിരുന്നു, സ്വതന്ത്രമായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? മകന് പകരം ദൈവം കുഞ്ഞാടിനെ കൊടുത്തു. ഈശോ ഉള്ളു മുഴുവൻ പിതൃഹിതത്തിന് സമർപ്പിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുഞ്ഞാടിന് പകരം ഈശോയ്ക്ക് സമർപ്പിക്കാൻ സാധിച്ചു. കണ്ടോ, നമ്മൾ ആ സമർപ്പണത്തിൻ്റെ വേദികളിലൂടെ നമ്മൾ വളർന്നു വരുന്നത് നമ്മുടെ മനസ്സ് ഫ്രീ ആകുമ്പോഴാണ്. കുത്തിവെച്ചിരിക്കുന്ന പൊട്ടക്കിണറുകളെയെല്ലാം മൂടിക്കളയണം നമ്മൾ ദൈവിക നാമം കൊണ്ട്, പരിശുദ്ധാത്മശക്തി കൊണ്ട്. ഇതിനൊന്നും ഒരു തുള്ളി വെള്ളം തരാൻ പറ്റുകയില്ല. ജീവജലം തരില്ല ഈ വ്യക്തികളും ബന്ധങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നും. നമ്മളെ ഇങ്ങോട്ട് രൂപപ്പെടുത്തി അയച്ച കർത്താവുമായുള്ള ബന്ധത്തിലെ ഒരു തുള്ളി, ഒരു നീരുറവ, ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ. അവരെ എല്ലാം നമ്മൾ മാറ്റിക്കളയേണ്ടിയിരിക്കുന്നു. മനസ്സ് എന്തിൻ്റെ അടിമത്തത്തിലാണ് കഴിയുന്നത് എന്ന് നമ്മളൊന്ന് നോക്കണേ. ഇവിടെ നമ്മൾ കാണുന്നില്ലേ? മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വന്നേ. 6-ാം അധ്യായം 24-ാം തിരുവചനം എന്തോ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. 2 പേർക്ക് പറ്റില്ല എന്ന്. 2 പേർക്ക് പറ്റില്ല സേവിക്കുവാനായിട്ട്. ഒരു മനുഷ്യൻ എന്തോ ഒരു പേരാസിസ്റ്റർ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയേക്കുന്നത് വലിയൊരു ക്രെഡിറ്റ് പോലെ, എന്തോ ഈ ഭൂമി മുഴുവൻ കീഴടക്കിയ പോലത്തെ ഒരു വർത്തമാനമാണ്. എന്തുമാത്രം ഈ വ്യക്തിത്വം ശിഥിലമായി എത്രയോ വ്യക്തികളിൽ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന, പിന്നെ ആക്സിഡൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിന്നിച്ചിതറി കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ, അല്ലെങ്കിൽ സുനാമിയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിങ്ങനെ ചിന്നിച്ചിതറി കിടന്ന് പറഞ്ഞ പോലെ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സഹതാപമാ, എന്ത് സങ്കടമാ. ഈ ആക്സിഡൻറ്റിൽ യുവാവ് ഇത്രയും സ്പീഡിൽ പോയല്ലോ, അവൻ്റെ തലയെല്ലാം ഇങ്ങനെ ചിന്നിച്ചിതറിയല്ലോ, അവനിങ്ങനെ വീണ് പോയല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഈ ചിന്നിച്ചിതറി നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? എവിടെയാ നമ്മുടെ മനസ്സ് കിടക്കുന്നത്? എവിടെയാ നമ്മൾ ചിന്തകൾ കിടക്കുന്നത്? അവിടെയെല്ലാം നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണേ. സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ച് ദൈവപിതാവിൻ്റെ പൈതലായി ജീവിക്കുവാൻ അവിടുന്ന് നമ്മളെ അനുവദിച്ചിരിക്കെ, നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് ചിന്തകളും ബന്ധങ്ങളും അടിമത്വങ്ങളും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് ശിഥിലമായ വ്യക്തിത്വത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എല്ലാവരും കാൽവരിയിലേക്കൊന്ന് നോക്കിക്കേ. ഈശോ എന്താ അവിടെ ചെയ്തേക്കുന്നത്? പൊട്ടിപ്പറക്കി കിടക്കുന്ന ഒരു ജീവിതം, ശരീരം, നമ്മുടെ എല്ലാം ശിഥിലമായ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു സാക്ഷ്യമാണ് അവിടെ നമ്മൾ കാണുക. നിൻ്റെ ജീവിതം എങ്ങനെ പൊട്ടിത്തകർന്നാലും എനിക്കതെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ, എനിക്കതെല്ലാം പണിതുയർത്താനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി മരിച്ചുത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ആ തിരുമുഖത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കയറി വരുന്ന ഈ പാടുകളെ, ശിഥിലമായ വ്യക്തിത്വത്തെ കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എന്തായി പറയുന്നതെന്ന്, മനസ്സിലുള്ള ആ അടിമത്വം, പല രീതിയിലുള്ള ആസക്തികൾ, പല രീതിയിലുള്ള ചിന്തകൾ, ചിലപ്പോൾ എന്താണ് നമുക്ക് സുഖം നൽകുന്നത്? ഞാനിതെല്ലാം വിളിച്ചു പറയണം. മദ്യപാനോ, ചിലർക്ക് സംസാരപ്രിയമാണ്. എന്ത് വർത്തമാനമാണോ, വർത്തമാനത്തിൻ്റെ അടിമത്തം നിർത്തിയാൽ ഉറങ്ങണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം നമുക്കിങ്ങനെ. എന്തോ ഒരു വർത്തമാനങ്ങളാ, അത് എന്തെങ്കിലും കൊള്ളാവുന്നതാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ നെഗറ്റീവ് തന്നെയായിരിക്കും, ക്രിറ്റിസിസത്തിന് അടിമയായിരിക്കാം. എന്തുമാണെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ്
ശരീരം, മനസ്സ്, ആത്മാവിൻ്റെ തലം. അതിനേക്കാൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് എൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം. എവിടെ നിന്നാണ് കിട്ടുക? ആത്മാവിന് സ്വാതന്ത്ര്യമൊന്നും ഫ്രൈഡ് റൈസ് കൊടുത്തുകൊണ്ടൊന്നും കിട്ടിയല്ലോ, നല്ലൊരു സിനിമ കണ്ടൊന്നും കിട്ടത്തില്ലോ. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം സീരിയലിലല്ല ഇരിക്കുന്നത്, മൊബൈൽ ഫോണിലല്ല, ഇൻ്റർനെറ്റിലല്ല, ടി വിയിലല്ല. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സൃഷ്ടാവുമായുള്ള അടുപ്പത്തിലാണ്, ബന്ധത്തിലാണ്, ദൈവിക സാന്നിധ്യത്തിലാണ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. സ്വതന്ത്രമായൊരു ആത്മാവിൻ്റെ ഉടമയാണോ ഞാൻ? ദൈവിക കാര്യങ്ങളിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. പള്ളിയോ പ്രാർത്ഥനയോ കൊന്തയോ വചനമോ പ്രസംഗമോ ധ്യാനമോ ഇതൊന്നും എനിക്ക് ഏശുന്നേ ഇല്ല. ഓർത്തുകൊള്ളൂ, നീ ആത്മീയ മേഖലയിൽ ഒരടിമത്തം അനുഭവിക്കുന്ന വ്യക്തിയാണ്. നീ സ്വതന്ത്രനല്ല. കർത്താവ് നിന്നെ തൊടുന്നിടം വരെ, ആ ദൈവിക സാന്നിധ്യം നിന്നിൽ രൂപപ്പെടുന്നത് വരെയും നിന്റെ ആത്മാവ് അടിമത്തത്തിൽ കഴിയുന്നു. കർത്താവ് വേദനിക്കുന്നുണ്ട് നമ്മളെ നോക്കിയിട്ട്. പ്രിയ സഹോദരങ്ങളെ, എന്താണോ നമ്മുടെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ഒക്കെ സുഖം നൽകത്തക്ക രീതിയിൽ, ഇഷ്ടം തോന്നിക്കത്തക്ക രീതിയിൽ, താല്പര്യം തോന്നിക്കത്തക്ക രീതിയിൽ ഞാൻ കൊണ്ടു നടക്കുന്നത്, ഇതിൻ്റെ ആ അടിമത്തത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകണം. ഈശോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ കാണുന്നുണ്ട്, ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. എന്താ സന്തോഷിക്കേണ്ടത്? എന്താണ് കീർത്തനങ്ങൾ ആലപിക്കേണ്ടത്? എന്താണ് ആർത്തട്ടഹസിക്കേണ്ടത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതിനേക്കാൾ അടുത്താണ് ഈശോ നിൽക്കുന്നതെന്ന് ചുരുക്കം. കർത്താവ് അത്രയും സമീപസ്ഥനാണ്. ഈ സമീപസ്ഥനായ കർത്താവിനെ ഉന്തിത്തള്ളി മാറ്റി വിട്ടിട്ടാണ് എനിക്ക് ആനന്ദവും സന്തോഷവും നൽകുന്ന സാഹചര്യങ്ങളിൽ ഞാൻ അടിമത്തം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ഓർക്കുക. സ്വതന്ത്രരാണോ ഞാൻ? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവതൃക്കരങ്ങളിൽ നിന്നും സ്വീകരിച്ചെടുക്കുന്ന വ്യക്തികൾക്ക് ഒരടിമത്വവും ഉണ്ടാകുകയില്ല. രോഗങ്ങളോ വേദനകളോ സങ്കടങ്ങളോ ഇതെല്ലാം എൻ്റെ ദൈവപിതാവിനാൽ അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തികൾക്ക് ദുഃഖത്തിൻ്റെ അടിമയാകേണ്ട ആവശ്യമില്ല, നിരാശയുടെ അടിമയാകേണ്ട ആവശ്യമില്ല, ഏകാന്തതയുടെ ആവശ്യമില്ല. എൻ്റെ പിതാവ് സമീപസ്ഥനായി. എന്താ പറഞ്ഞത് കേട്ടോ? അവിടുന്ന് പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ മധ്യേ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മാനുവേൽ എന്നും കൂടി പുതിയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച്, എത്രയോ നാളുകളായി വചനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുക. യഥാർത്ഥ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുന്നതിൻ്റെ ആനന്ദം നമ്മുടെ മുഖത്ത് കാണാനുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഒന്ന് ഫ്രീ ആയി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റോമ 8:34 പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഒരു കുഞ്ഞു നല്ല ഒരു നുണയൊന്ന് പറഞ്ഞു നോക്കിക്കേ, അന്നേരം അറിയാം ഇതെന്തോരു നേരം നമ്മുടെ വ്യക്തിത്വത്തെ ഇങ്ങനെ ബുദ്ധിയിൽ, ചിന്തയിൽ, ഓർമ്മയിൽ, പഠനങ്ങളിൽ, വായനകളിലെല്ലാം കഷ്ടം പറയണ്ടായിരുന്നു അതിൻ്റെ അടിമയായി പോയെന്ന് ഓർക്കണം. ഒരു കുഞ്ഞ് നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മെൻ്റൽ സ്ട്രെങ്താണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു കൂസലില്ലാണ്ട് നടക്കാൻ. എന്നാ കാണിച്ചാലും നമുക്കൊരു കൂസലത് കാണും, നമ്മളങ്ങ് അടിമയായി അങ്ങോട്ട് പോയി. ഇത് തന്നെ ഒരു ജീവിതശൈലിയായി. ഒരു കൊച്ചു പറയുക, സിസ്റ്ററെ 18 വർഷമായി തലവേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, 18 വർഷമായി. എന്നിട്ട് എന്നോട് പറയുകയാണ്, സിസ്റ്ററെ തലവേദന ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 18 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു തലവേദനയാണ്. ഇനി തലവേദന ഇല്ലാത്തൊരു തലയെ ഞാൻ ഭാവന ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് ഈശോയ്ക്ക്. ഞാൻ വെറുതെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു പാവം ചെയ്ത് അതിൻ്റെ അടിമയായി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് യാതൊരുവിധ കൂസലവും ഇല്ല. ആരംഭത്തിൽ നമ്മൾ അതിൻ്റെ അടിമത്വം അനുഭവിക്കും. പിന്നീട് എന്ത് ചെയ്യാനും നമുക്കൊരു അസ്വസ്ഥയുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും.
1 കൊരിന്ത്യർ 6:13 നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം വസിക്കാൻ വേണ്ടി, ദൈവത്തിന് ഈ ഭൂമിക്കട നടക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. കർത്താവിന് ഈ ഭൂമിക്കട നടക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ സുഖപ്പെടുത്തിയത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരണം, നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിലേക്ക് വരണം, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈശോ അവിടെ ഉണ്ടാകണം. ഈശോയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും വരാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മളെ ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെയും ആധിപത്യം നൽകി മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി അവിടുന്ന് സൃഷ്ടിച്ച് വെച്ചത്. പക്ഷേ ഞാൻ തന്നെ ഈ ജഡവും വലിച്ചുകൊണ്ട് നടക്കുക, ഈ ലോകത്തിൻ്റെതെല്ലാം വലിച്ചു വാരി അണിഞ്ഞ് ഇതെല്ലാം എന്തോ ഒരു ഭാരമാണ് നമുക്ക്. ഒന്ന് നോക്കിക്കുക എന്തോ ഒരു ഭാരമാണെന്ന്. എല്ലാത്തരം മനസ്സിന് ഭാരം കട്ടി, ശരീരത്തിന് ഭാരം കട്ടി, അതുപോലെ ആത്മാവിൻ്റെ മേഖലയിൽ കട്ടി, എന്തുമാത്രം ഭാരം വഹിക്കുന്നവരാ നമ്മൾ. നമുക്ക് സ്വതന്ത്രരാകാം. ഒന്ന് ഈശോ എന്ന് വിളിച്ചെന്നേ. ഈശോ അടുത്ത് നിൽപ്പുന്നുണ്ട്. കർത്താവേ, എനിക്ക് രക്ഷ നൽകണമേ. എൻ്റെ കണ്ണുകളുടെ വിശുദ്ധി, കാതുകളുടെ വിശുദ്ധി, പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി എല്ലാം ഞാൻ കുതിക്കുന്നു കർത്താവേ. പൊട്ട കിണറുകൾ രൂപപ്പെടുത്തി അവിടെ ആശ്വാസം കിട്ടുമെന്നോർത്ത് ഞാൻ പോയിട്ടുണ്ട് കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് ആലോചിച്ച് ആ കരങ്ങളിലേക്കൊന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് സ്വാതന്ത്ര്യം നേടാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ അടിമുടി കാണുന്നുണ്ടല്ലോ, ഞങ്ങളെ പൂർണ്ണമായി കാണുന്നുണ്ടല്ലോ. ഏതെങ്കിലും വ്യക്തികളോ ബന്ധങ്ങളോ സ്നേഹങ്ങളോ അടുപ്പങ്ങളോ നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ആശ്വാസവും കുളിർമയും ഉന്മേഷവും വികാരതലത്തിൽ ആനന്ദവും നൽകുന്ന എന്തെങ്കിലും ആസക്തികളോ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ അതെല്ലാം ഒന്ന് ഏറ്റെടുക്കണമേ. ജഡിക പ്രവണതകളിൽ നിന്ന് മോചനം നൽകണമേ. ശാരീരിക സുഖത്തിൽ നിന്ന് മോചനം നൽകണമേ. മനസ്സിൻ്റെ മേഖലയുടെ കെട്ടുകളൊന്ന് അഴിക്കണമേ. കർത്താവെ, ആത്മാവിന് സ്വാതന്ത്ര്യം നൽകുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, നിത്യമായി പിതാവിൻ്റെ ഇഷ്ടത്തിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങളും വിനയാനിതരായി സമർപ്പിക്കുവാൻ, ഈ സമർപ്പണത്തിലൂടെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ചോദിക്കുന്നതെല്ലാം വിട്ടുതരുവാനുള്ള വലിയൊരു ഹൃദയം, വലിയൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.